നിങ്ങളുടെ ചേച്ചിയുടെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം എടുത്തോണം. മനസ്സിലായില്ല? അവർക്ക് ഫുൾ വട്ടാ. ഇത് കണ്ടോ? ഭ്രാന്ത് ഒരു കുറ്റമൊന്നുമല്ല, അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടി വെക്കുന്നതാ പ്രശ്നം. ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ തല മുട്ടയടിച്ച് പഴനിക്ക് പോണോന്ന് കാവടി എടുത്തോണ്ട്. ആ, അതൊരു നല്ല കാര്യമല്ലേ? എന്ത് തല മുട്ടയടിക്കുന്നതോ? ഇതെന്താ, നിനക്ക് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതുണ്ടോ? സത്യം പറ, നിങ്ങളുടെ ഫാമിലി മൊത്തം ഇങ്ങനെയാണോ? അല്ല, എന്തിനാ ചേച്ചി അങ്ങനെ പറഞ്ഞത്? വെറുതെ ആരെങ്കിലും അങ്ങനെ പറയോ? നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചു കിട്ടാൻ വേണ്ടിയാ. അതിന് എന്റെ നെഞ്ചത്തേക്ക് എന്തിനാ കയറണേ? അവക്ക് സംശയം തോന്നിക്കാണും. എന്ത്? ആ സ്വർണം എടുത്തത് ചന്ദ്രയാണെന്ന്. അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് തിരിച്ചു കൊടുക്കുന്നത് നിനക്ക് നല്ലത്. അല്ലെങ്കിലേ അത് വലിയ പ്രശ്നമാവും. ഞാൻ എടുത്തിട്ടില്ലെന്ന്. ചന്ദ്ര തന്നെ എടുത്തത്, അല്ലാതെ വേറെ ആരും അങ്ങനെ ചെയ്യാൻ ഇവിടെ ആരും ഇല്ലായിരുന്നല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും മുഴുവൻ ഭ്രാന്താണോ? ഭ്രാന്ത് ശരിക്കും ആർക്കാണെന്ന് അധികം വൈകാതെ മനസ്സിലായിക്കോളൂ. ഒന്ന് നീ ഉറപ്പിച്ചു ചന്ദ്രേ, ഇവിടുന്ന് കാണാതെ പോയ ചേച്ചിയുടെ സ്വർണ്ണമില്ലേ, അത് മുഴുവൻ 1 ഗ്രാം കുറയാതെ തിരിച്ചു പിടിച്ചിരിക്കും. അല്ലാതെ ആർക്കും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാന്ന് നീ കരുതണ്ട. ഡിവോഴ്സ് കഴിഞ്ഞാ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നെ? ഞാൻ എന്റെ പാട്ടിന് പോവും. കക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. ആദ്യം നിങ്ങളുടെ ചേച്ചിയുടെ ഭ്രാന്ത് പോയി മാറ്റും. സൗകര്യമില്ല. നിനക്കിവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ വേറെ എവിടെയെങ്കിലും താമസം മാറിക്കോ. ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ എന്നെ ഇവിടുന്ന് ഒഴിവാക്കണ്ട. ഞാൻ എവിടേക്കും പോവില്ല. എങ്കിൽ പിന്നെ പരാതി പറയരുത്. നല്ല മുടിയായിരുന്നു. ഇതിപ്പോ മുഴുവനും മൊട്ടയടിക്കേണ്ടി വരുമല്ലോ ഈശ്വര. അളിയ വന്നേ. ഇന്ന് ക്ലിനിക്ക് തുറക്കുന്നുണ്ടോ? ഇല്ല, പക്ഷെ ഞാൻ ഉടനെ പുറത്തേക്ക് പോകും. ഈ വീട്ടിലിരുന്ന ഭ്രാന്ത് പിടിക്കും. ഒരു ഭാഗത്തുനിന്ന് മോള്, വേറൊരു ഭാഗത്തുനിന്ന് അച്ഛൻ. അതിലും ഭേദം എവിടെയെങ്കിലും പോയിരിക്കുന്ന. ഞാനിനി ഒന്നും പറയുന്നില്ല, ചോദ്യം ചെയ്യാനും വരുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കാം. എന്റെ ശല്യം ഉണ്ടാവില്ല. സന്തോഷം. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളായിരുന്നു ശരിയെന്ന്. ഒരു ദിവസം എനിക്കത് മനസ്സിലാവുന്ന. ശരിക്കും തിരിച്ചാ സംഭവിക്കാൻ പോകുന്ന. ഞാനായിരുന്നു ശരിയെന്ന് നിങ്ങൾക്കാ മനസ്സിലാവാൻ പോകുന്ന. ആ, അത് പോട്ടെ. അതിന്റെ പേരിൽ വീണ്ടും ഒരു തർക്കം വേണ്ട. എല്ലാം കാലത്തിന് വിട്ടുകൊടുത്തിരിക്കാൻ ഞാൻ. എല്ലാം കാലം തീരുമാനിക്കട്ടെ. ഇത് പറയാനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അല്ല, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ കുറച്ചു സമയം ഒന്ന് മാറ്റിവെക്കണമെന്ന് പറയാൻ വേണ്ടിട്ടാ. എനിക്ക് വേണ്ടിയല്ല, മോൾക്ക് വേണ്ടിയാ. അവൾക്കിന്ന് ക്ലാസ്സില്ല. അവളെയും കൊണ്ട് ഒന്ന് പുറത്തു പോകാൻ പറ്റിയാ നന്നായിരുന്നു. ചെറിയ കുട്ടിയാണെങ്കിലും അവൾക്കും പലതും മനസ്സിലാവും. നമ്മൾ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അവൾ ഊഹിക്കുന്നുണ്ട്. അങ്ങനെ വല്ലതും അവള് ചോദിച്ചോ? ചോദിച്ചില്ല, പക്ഷെ അവളുടെ മുഖത്തുണ്ട്. എന്റെ സ്മാർട്ടായ കുട്ടിയായിരുന്നു ശ്രുതിമോള്. ഇപ്പോ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ, കളിച്ചിരികളില്ലാതെ, നിശബ്ദമായിട്ട് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുക. അവൾക്ക് വേണ്ടി. നമുക്കിടയിൽ വഴക്കുകളൊന്നും ഇല്ലാന്ന് അവളെ മനസ്സിലാക്കിക്കാൻ വേണ്ടി, അവളെ പറ്റിക്കാൻ വേണ്ടി. കുറച്ചു നേരത്തേക്ക് അഭിനയിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അക്ഷര, ഞാനൊരു നല്ല ആക്ടറല്ല. എന്റെ അഭിനയം ഒരിക്കലും ശരിയാവുകയില്ല. എല്ലാ നല്ല അഭിനേതാക്കളും ഇങ്ങനെ തന്നെയാ പറയാറ്.
നല്ലൊരു അഭിനേതാവാണ് നിങ്ങൾ എന്നതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം നിങ്ങളിപ്പോ പറഞ്ഞത്. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. സുധിമോളെ വിഷമിപ്പിക്കാൻ എന്തായാലും എനിക്ക് പറ്റില്ല. റെഡിയായിക്കും, രാവിലെ തന്നെ പോ. ഔട്ടിങ്ങും കഴിഞ്ഞ് ഉച്ചഭക്ഷണം പുറത്തുനിന്ന് കഴിച്ച് തിരിച്ചു വരാം. ഉറപ്പാണല്ലോ? ഇനി ഇത് മാറില്ലല്ലോ? ഇല്ല, ഉറപ്പ്. ആ, താങ്ക് യു വെരി മച്ച്. ഇത്രയ്ക്ക് ഒഫീഷ്യലാവണോ അക്ഷര? വേണം. പണ്ട് നമ്മൾ ഒന്നായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് രണ്ട് അപരിചിതർ തമ്മിൽ കാണിക്കുന്ന എല്ലാ ഫോർമാലിറ്റീസും പാലിക്കണം. അങ്ങനെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. $10-20 കൊല്ലമായി ഞാൻ ഈ വീട് വാടകയ്ക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് വരെ ആയിട്ടും ഒരു പരാതിയും ആരും കേൾപ്പിച്ചിട്ടില്ല. നിങ്ങൾ ഡോക്ടറാണെന്ന് കരുതിയാ കുടുംബം കൂടെ ഇല്ലെന്ന് അറിഞ്ഞിട്ടും താമസിക്കാൻ ഞാൻ വീട് തന്നത്. അതിനുള്ള എനിക്ക് കിട്ടി, സന്തോഷായി. കൂടുതലൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പോ ഈ നിമിഷം ഇവിടെ നിറങ്ങണം. വീടും പൂട്ടി താക്കോലും കൊണ്ട് പോകാനാ ഞാൻ വന്നത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? പിന്നെ എങ്ങനെ പറയണം? നാട്ടുകാരെന്നെ ഇരുത്തി പൊറപ്പിക്കുന്നില്ല. രാവിലെ മുതലേ കോളോട് കോളായിരുന്നു. മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു. ഒരു പെട്ടി മാത്രമല്ലേ എടുക്കാവുള്ളൂ. ഫർണിച്ചർ, ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ എന്റെ ആണല്ലോ. വേഗം അതെടുത്ത് സ്ഥലം കാലിയാക്കി. ഒരു വഴക്കിന് എനിക്ക് ഒട്ടും താല്പര്യമില്ല. വേറൊരു സ്ഥലം കിട്ടാതെ ഞാൻ എങ്ങോട്ടാ മാറണ്ടേ? ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോഴേ ആലോചിക്കണമായിരുന്നു. ഇതുവരെ ഞാൻ മര്യാദയ്ക്കാ സംസാരിച്ച്. ഇനി എന്നെ കൊണ്ടേ എന്റെ തനി സ്വഭാവം പുറത്തെടുപ്പിക്കരുത്. 1/2 മണിക്കൂർ സമയം തരും, അതിനുള്ളിൽ ഒഴിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇവിടെ വീണ്ടും നാട്ടുകാർ വരും. ചേട്ടാ